നമ്മൾ കൊണ്ടുവരുന്നത്. സുദീർഘമായിട്ടുള്ള കാലം അദ്ദേഹം പയ്യന്നൂരിൽ അധ്യാപകനായിരുന്നു. അദ്ദേഹം പയ്യന്നൂരിൽ തന്നെ താമസിച്ചുകൊണ്ടാണ് വലിയ നിലയിലുള്ള സാംസ്കാരിക ഇടപെടലുകളും എഴുത്തുകളും എല്ലാം അക്കാലത്ത് നടത്തിയിരുന്നത്. അദ്ദേഹം പ്രസിദ്ധീകരിച്ച മാസികയ്ക്ക് വേണ്ടി അദ്ദേഹം നിരന്തരം പത്രം ഓഫീസുകൾ കയറിയിരുന്നതാണ്. ആ അർത്ഥത്തിൽ പയ്യന്നൂർ തന്നെ ഒരു രണ്ടാമത് ജന്മദേശം എന്ന നിലയിൽ കണ്ടിട്ടുള്ള എം.ആർ. ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞത് വളരെ വിപുലമായിട്ടുള്ള ഒരു അനുസ്മരണ സമ്മേളനം ചേരുകയുണ്ടായി. ഈ സമ്മേളനം വളരെ ചെറിയ ഒരു സമയത്തിനകത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. നടത്താനൊരു സാഹചര്യം ഉണ്ടായി. എം.ആർ.സിയുടെ ആ മരണത്തിന് ശേഷം ആലോചനകൾ അവിടെയും ഇവിടെയുമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം പയ്യന്നൂരിൽ അങ്ങനെ വളരെ പ്രശസ്തരായിട്ടുള്ള പല മനുഷ്യരുടെ വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല പയ്യന്നൂർ. തീർച്ചയായിട്ടും ഒരുപാട് പരിപാടി മുഖാസയായാലും അതുപോലെ തന്നെ ഓപ്പൺ ഫ്രെയിം ആയാലും പയ്യന്നൂരിലെ ആ ഓർമ്മ നിലനിർത്തി പോകുന്നത് മറ്റാർക്കും ഭാഗമായിട്ട് നടന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ. എന്തായാലും എന്നാൽ എം.ആർ.സി ആ അർത്ഥത്തിൽ ആവരുത്. സംഭാവനകൾ വളരെ വലുതായിട്ട് ഏത് ആളെയും ഏത് പ്രസ്ഥാനത്തെയും ഒന്നും പരിഗണിക്കാതെ അദ്ദേഹത്തിന്റെ സാഹിത്യ അവബോധത്തിന്റെ ഒരു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു എം.ആർ. ചന്ദ്രശേഖരൻ. ഞാൻ ഓർക്കുന്നത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്. ചെറുകാടിന്റെ നോവലിനെ ദേവലോകം എന്ന് പറയുന്ന നോവലിനെ അതിനിശ്ചിതമായി വിമർശിച്ചു. ഇടഞ്ഞു നിൽക്കുന്നവർ പഠിക്കുകയും ചെയ്യുന്നത് ഒരു ഓർമ്മ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പയ്യന്നൂരിൽ തന്നെയുള്ള പല പ്രമുഖരും പയ്യന്നൂരിന്റെ യശസ് കേരളത്തിലും കേരളത്തിന് പുറത്തും ഉപയോഗിച്ച പല പ്രമുഖ വ്യക്തികൾ. പ്രൊഫസർ എം.ആർ. ചന്ദ്രശേഖരൻ അനുസ്മരണം നടത്തി. മലയാള സാഹിത്യ നിരൂപണത്തിൽ ജോസഫ് മുണ്ടശ്ശേരിക്ക് ശേഷം നിരൂപകന്റെ രാജ്യഭാരം ഏറ്റെടുത്ത വിമർശക ശ്രേഷ്ഠനാണ് പ്രൊഫസർ എം.ആർ. ചന്ദ്രശേഖരനെന്ന് ഡോക്ടർ ടി പവിത്രൻ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ കോളേജ് അധ്യാപക സംഘടനയെ കാറിൽ നിന്ന് മണ്ണിലേക്ക് ഇറക്കി നടത്തിയ രാഷ്ട്രീയ ബോധ്യമാണ് എം.ആർ. ചന്ദ്രശേഖരനെ കേരളത്തിലെ ഉന്നത ശീർഷനായ സംഘടനാ നേതാവാക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പയ്യന്നൂർ പബ്ലിക് ലൈബ്രറി ഹാളിൽ പ്രൊഫസർ എം.ആർ. ചന്ദ്രശേഖരൻ അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. എം.ആർ.സി അനുസ്മരണ സമിതി നടത്തിയ പരിപാടിയിൽ ഗദ്ദിക പത്രാധിപർ വി.കെ. രവീന്ദ്രൻ അധ്യക്ഷനായി. മലയാള നിരൂപണവും എം.ആർ. ചന്ദ്രശേഖരനും എന്ന വിഷയത്തിൽ എതിർദിശ പത്രാധിപർ പി.കെ. സുരേഷ് കുമാർ പ്രഭാഷണം നടത്തി. പി. പ്രേമചന്ദ്രൻ, ഡോക്ടർ വൈ.വി. കണ്ണൻ, എ.വി. പവിത്രൻ എന്നിവരും സംസാരിച്ചു. പ്രഥമ എം.ആർ. ചന്ദ്രശേഖരൻ സ്മാരക നിരൂപക പുരസ്കാരം ഡോക്ടർ ഇ.വി. രാമകൃഷ്ണന് ജനുവരി 2-ാം വാരത്തിൽ പയ്യന്നൂർ കോളേജിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വിതരണവും ചെയ്യും. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു, പഴയങ്ങാടി. ഇത്തരം ഒരു പരീക്ഷണം അതേപോലെ തന്നെ അദ്ദേഹം മാറ്റിവെച്ചത് അതുകൊണ്ട് എം.ആർ.സി ഇവയൊക്കെ പൂർണ്ണമായി ഉദാഹരണത്തിന് ചെറുശ്ശേരി എം.ആർ.സി 34 പുസ്തകം എഴുതി. അപ്പോൾ അദ്ദേഹത്തിന് ആത്മഹത്യ സംഗ്രാമം പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ദാരിദ്ര്യത്തോടും അതിലെ പൈതൽ കോളേജിലെ അനുഭവങ്ങൾ പഠിക്കുന്ന കാലത്ത്
അതിനുമുമ്പ് അദ്ദേഹം ഉദുമ സ്കൂളിൽ അധ്യാപകനായിരുന്നു. ആ ഉദുമ സ്കൂളിൽ നിന്നാണ് അദ്ദേഹം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ അധ്യാപകനായിട്ട് വരുന്നത്.